കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ 2025 ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്പർ 17 ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 17 തന്നിട്ടുള്ളത് ദി വിജയലക്ഷ്മി ട്രേഡിംഗ് കമ്പനി ലിമിറ്റഡ് ബാംഗ്ലൂർ ഹാസ് എ ബ്രാഞ്ച് അറ്റ് മാംഗ്ലൂർ. The head office pays all expenses except petty expenses which were met by the branch. All cash received by the branch was remitted to the head office daily. The following are the transactions between head office and branch during the year ending 31st December 2011. First one, stock at branch 1st January 2011 7,000. Branch debtors on 1st January 2011 2,000. Petty cash on 1st January 2011 200. Goods sent to branch during the year 30,000. Cash sales 40,000. Credit sales 20,000. Then cash received from debtors 16,000. Goods returned by branch 1,000. Then returned from customers 1,500. Then check sent to branch for expenses, salary 3,000, rent 1,000, petty cash 500. Then next, stock at branch on 31st December 2011 4,000, branch debtors on 31st December 2011 4,500, petty cash at branch on 31st December 2011 300. Prepare the Mangalore branch account in the Bangalore office books. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ്, മാംഗ്ലൂർ ബ്രാഞ്ച് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് ഓപ്പണിംഗ് ബാലൻസുകളാണ്, സ്റ്റോക്കിൻ്റേതും അതേപോലെ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ്, പെറ്റി ക്യാഷ്, ഇതിൻ്റെയൊക്കെ എന്താണ് ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഇതേപോലെ ക്ലോസിംഗ് ബാലൻസും എന്തായിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു, ജസ്റ്റ് പെർട്ടിക്കുലേഴ്സ് എമൗണ്ട് എന്നുള്ള നിലയ്ക്ക് മാംഗ്ലൂർ ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നതൊക്കെ എന്തായിരിക്കും എക്സ്പെൻസുകളായിട്ടും, അതേപോലെ തന്നെ ഇൻകംസ് എല്ലാം നമ്മൾ ക്രെഡിറ്റ് സൈഡിലുമാണ് ഇവിടെ കാണിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു പ്രൊവിലസ് അക്കൗണ്ട് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ കാണിക്കുന്നത് എന്താണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് കാണിക്കും. അതേപോലെ തന്നെ ഇവിടെ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബ്രാഞ്ച് സ്റ്റോക്കാണ് ആദ്യം നമ്മൾ കാണിക്കുന്നത്, ടു ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കുന്നു. അതായത് ഒന്നാമത്തെ 1st January 2011 ഈ ഒരു ബ്രാഞ്ചിലുള്ള സ്റ്റോക്ക് ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ആ ഓപ്പണിംഗ് സ്റ്റോക്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ടു ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് 7,000 കാണിക്കുന്നു. ഇതേപോലെ ഡെപ്റ്റേഴ്സും ഓപ്പണിംഗിൽ വരുന്നുണ്ട്. ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് ഓൺ 1st January 2011 എത്രയാണ്, 2,000 ആണ്. ഓക്കെ, ആ 2,000 നമ്മൾ ഡെബിറ്റ് സൈഡിൽ ടു ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് എന്നും പറഞ്ഞ് കാണിക്കുന്നു. ഇതേപോലെ പെറ്റി ക്യാഷും വരുന്നുണ്ട്. പെറ്റി ക്യാഷ് ഓൺ 1st January 2011 എത്രയാണ്, 200 ആണ്. ഇതിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് സൈഡിൽ ഇവിടെ കാണിക്കുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ഓപ്പണിങ്ങിനെ കാണിച്ചു, ഇതേ സാധനം ക്ലോസിംഗ് ഇൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കാണിക്കും, ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ബൈ സ്റ്റോക്ക്, ബൈ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ്, ബൈ ബ്രാഞ്ച് സ്റ്റോക്ക്, ബൈ ബ്രാഞ്ച് പെറ്റി ക്യാഷ്, ഇത് മൂന്നും നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ വന്നിട്ടുണ്ട്. 31st December 2011 4,000 ബൈ സ്റ്റോക്ക് ബ്രാഞ്ച്, അതേപോലെ തന്നെ ബൈ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് 4,500, പെറ്റി ക്യാഷ് 300. ഇതൊക്കെ നമ്മൾ എവിടെയാണ് കാണിക്കുക, ക്ലോസിംഗ് ബാലൻസിനെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. അപ്പോൾ ഓപ്പണിങ്ങും അതേപോലെ തന്നെ ക്ലോസിങ്ങും ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഓപ്പണിങ്ങിനെ നമ്മൾ ഡെബിറ്റ് സൈഡ് കാണിച്ചു, ക്ലോസിങ്ങിനെ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചു. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് വരുന്ന ഐറ്റം നോക്കുക, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ആണ്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ചിന് അതെന്താണ്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ ബ്രാഞ്ച് റിസീവ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ചിന് അത് പർച്ചേസ് ചെയ്യുന്നത് പോലെയാണ്. അപ്പോൾ അത് നമ്മൾ എവിടെ കാണിക്കും, ഡെബിറ്റ് സൈഡിൽ എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചിന് എക്സ്പെൻസ് ആണ്. അപ്പോൾ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞ് നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്, 30,000 ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്തുണ്ടാകും, ഗുഡ്സ് ബ്രാഞ്ചിൽ നിന്നും ഹെഡ് ഓഫീസിലേക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ടാകും. അതിനെ നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. ഉദാഹരണത്തിന് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച് എന്നും പറഞ്ഞ് ഇവിടെ 1,000 തന്നിട്ടുണ്ട്. ബ്രാഞ്ച് എന്ത് ചെയ്യാണ്, ഹെഡ് ഓഫീസിലേക്ക് റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ക്രെഡിറ്റ് സൈഡിൽ ബൈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്നും പറഞ്ഞിട്ട് 1,000 കാണിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഐറ്റംസ് അത് ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞതാണ് ആ ഒരു ഐറ്റം. നെക്സ്റ്റ് ഐറ്റം നമുക്ക് നോക്കാം, ക്യാഷ് സെയിൽസ് ആണ്.
സെയിൽസ് പൊതുവേ നമ്മൾ എവിടെയാണ് കാണിക്കുക? ക്രെഡിറ്റ് സൈഡിലാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൊക്കെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. ഓക്കെ, അതേപോലെ തന്നെ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഐറ്റവും ഉണ്ട്. ക്രെഡിറ്റ് സെയിൽ നമ്മളിവിടെ കാണിക്കുന്നില്ല. ക്യാഷ് സെയിൽസും ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സും, അതായത് 40,000 16,000 ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 56,000 എന്ന് കിട്ടും. ഓക്കെ, അത് നമ്മൾ ബൈ ബാങ്ക് എന്നും പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. കാരണം ബാങ്കിലാണ് പൊതുവേ ക്യാഷ് വരിക. അപ്പം ബൈ ബാങ്ക് എന്നും പറഞ്ഞിട്ടാണ് കാണിക്കുക. ബൈ ക്യാഷ് എന്ന് കാണിക്കുന്നതിന് പകരം 56,000. അപ്പോൾ ഈ 56 എന്ന് പറയുന്നത് എന്താണ്? 40,000ഉം അതേപോലെ തന്നെ 16,000 റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സും അത് കൂട്ടിയിട്ടാണ് 56,000 വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ക്രെഡിറ്റ് സെയിലിൻ്റെ പറഞ്ഞു, ഇത് നമ്മളിവിടെ കാണിക്കുന്നില്ല. അതേപോലെ ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച്, ഇതിന് നമ്മൾ ഓൾറെഡി കാണിച്ചു. ഓക്കെ, അതായത് ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച് എന്നുള്ള ബൈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞ് 1000 കാണിച്ചു. ഇനി ഇവിടെ നെക്സ്റ്റ് വരുന്നതാണ് റിട്ടേൺ ഫ്രം കസ്റ്റമേഴ്സാണ്. കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് കസ്റ്റമേഴ്സ് റിട്ടേൺ ചെയ്യുന്നതിനെ നമ്മളിവിടെ ബ്രാഞ്ച് അക്കൗണ്ടിൽ കാണിക്കുകയില്ല. ഓക്കെ, കസ്റ്റമേഴ്സ് റിട്ടേൺ ചെയ്യുന്ന ബ്രാഞ്ച് അക്കൗണ്ട് കാണിക്കുകയില്ല. അതേപോലെ ഇവിടെ ക്രെഡിറ്റ് സെയിലും ഇവിടെ കാണിക്കുകയില്ല. റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സും അതേപോലെ ക്യാഷ് സെയിൽസും നമ്മൾ കാണിച്ചു. ക്രെഡിറ്റ് സെയിൽ കാണിക്കില്ല. റിട്ടേൺ ഫ്രം കസ്റ്റമേഴ്സും ഇവിടെ കാണിക്കുന്നില്ല. ഇനി ചെക്ക് സെൻഡ് ടു ബ്രാഞ്ച് ഫോർ എക്സ്പെൻസ് ആണ്. ഇവിടെ എക്സ്പെൻസ് ആണ്. ജസ്റ്റ് നിങ്ങൾ നോക്കുക, എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ആകുമ്പോൾ എവിടെ വരും? ഡെബിറ്റ് സൈഡിൽ വരും. അപ്പോൾ അത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നു. ഓക്കെ, ടു ബാങ്കിലേക്കാണ് പോവുക. പൊതുവേ നമ്മൾ കൊടുക്കുമ്പോൾ റിസീവ് ചെയ്യുന്നത് ബൈ ബാങ്ക് എന്നും കൊടുക്കുന്നത് നമ്മൾ ടു ബാങ്ക് എന്നുള്ള രീതിയിലാണ് കാണിക്കുക. ബാങ്കിലൂടെ കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ സാലറി 3,000, റെൻറ്റ് 3,000, പെറ്റി ക്യാഷ് എത്ര? 500. ടോട്ടൽ എത്രയാണ് വരുന്നത്? 4,500 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ നമ്മൾ അവിടെ കാണിക്കുന്നു. മൂന്നും എക്സ്പെൻസ് ആണ് ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഏകദേശം എല്ലാ ഐറ്റംസിനെയും നമ്മൾ കാണിച്ചു. ഇനി വേറെ ഐറ്റംസ് ഒന്നും കാണിക്കാനില്ല. 2 ഐറ്റംസ് മാത്രമാണ് ഇതിൽ എടുക്കാത്തത്. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ബാലൻസ് ചെയ്യുന്നു. അപ്പോൾ ബാലൻസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ എവിടെയാണ് വരുന്നതെന്ന് നോക്കുക. അപ്പോൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വരുന്നത് എവിടെയാണ്? ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ വരുന്നത്, 65,800. സെയിം എമൗണ്ട് നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് മാറ്റി എത്തുന്നു. നോർമലി നമ്മൾ ഒരു അക്കൗണ്ടുകൾ ബാലൻസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഏതാണ് കൂടുതലുള്ള സൈഡ് അതിനെ ടോട്ടലി ആയിട്ട് കാണിക്കും. അപ്പോൾ ഇവിടെയാണ് കൂടുതൽ ക്രെഡിറ്റ് സൈഡ്, അപ്പോൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നു. ഇതിൽ നിന്നും ഡെബിറ്റ് സൈഡിലുള്ള ഈ എമൗണ്ടുകളെല്ലാം നമ്മൾ മൈനസ് ചെയ്യുന്നു. അപ്പോൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് എത്ര കിട്ടും? 22,100 എന്ന് കിട്ടും. ഇത് എന്താണ്? പ്രോഫിറ്റ് ആണ്. അപ്പോൾ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ കാണിക്കുക ഈ ഒരു പ്രോഫിറ്റിനെ. ഓക്കെ, ഇനി ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ ബൈ ജനറൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് അവർ ലോസ് ആയിരിക്കും. ഇപ്പോൾ ഡെബിറ്റ് സൈഡിലായതുകൊണ്ട് ഇതെന്താണ്? പ്രോഫിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ബ്രാഞ്ചിന് ഇത് പ്രോഫിറ്റ് ആയിട്ടാണ് വരുന്നത്, 22,100 എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പറേഷൻ വരുന്നത്. ജസ്റ്റ് നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും എക്സ്പെക്റ്റഡ് തിയറി ക്വസ്റ്റ്യൻസും അതേപോലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് 2025 ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകളും വാച്ച് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. വീണ്ടും കാണാം. താങ്ക്